കൃത്യമായ വിഷയത്തിലേക്ക് കടക്കാം. നമ്മൾ ഇന്ന് സ്മാർട്ട് ഫോണുകളെക്കുറിച്ചും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെക്കുറിച്ചുമൊക്കെ ഒരുപാട് സംസാരിക്കാറുണ്ടല്ലേ? പക്ഷേ പ്രപഞ്ചത്തിൽ ഇന്നുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും സങ്കീർണവും നൂതനവുമായ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ നമ്മൾ ദിവസവും കൊണ്ടു നടക്കുന്നുണ്ടെന്ന സത്യം പലപ്പോഴും നമ്മൾ മറന്നുപോകുന്നു. അതെ, നമ്മുടെ സ്വന്തം ശരീരവും മസ്തിഷ്കവും. മനുഷ്യന്റെ കഴിവുകൾ എന്ന് പറയുന്നത് വെറുമൊരു മോട്ടിവേഷണൽ ക്ലാസ്സിലെ തത്വമല്ല കേട്ടോ. അതൊരു പക്ക ബയോളജിക്കൽ യാഥാർത്ഥ്യമാണ്. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോ സ്വാഭാവികമായും ഒരു വലിയ ചോദ്യം വരും. നമ്മളാരാണ്? സഹജവാസനകൾക്കനുസരിച്ച് മാത്രം ജീവിക്കുന്ന, അതായത് മുൻകൂട്ടി പ്രോഗ്രാം ചെയ്യപ്പെട്ട ഒരു നായയോ തവളയോ ആണോ നമ്മൾ? അതോ നമ്മുടെ സ്വന്തം അതിരുകൾ സ്വയം നിശ്ചയിക്കാൻ കഴിയുന്ന ഒരു പരിണാമവിസ്മയമാണോ? മറ്റു മൃഗങ്ങൾക്ക് ജീവശാസ്ത്രപരമായ പരിമിതികളുണ്ട്. എന്നാൽ മനുഷ്യരായ നമ്മളോ? നമ്മൾ ഭാഗികമായി മാത്രം പ്രോഗ്രാം ചെയ്യപ്പെട്ടവരാണ്. നമ്മുടെ ബാക്കി കോഡുകൾ സ്വയം തിരുത്തിയെഴുതാനുള്ള അപാരമായ കഴിവ് നമുക്ക് തന്നെയുണ്ട്. ഈ ഭൂമിയിൽ നമ്മുടെയൊക്കെ അസ്തിത്വം എത്രമാത്രം അത്ഭുതകരമാണെന്ന് ശരിക്കും മനസ്സിലാക്കാൻ നമുക്കൊന്ന് വിശാലമായി ചിന്തിച്ചു നോക്കാം. ഭൂമിയുടെ ചരിത്രത്തെ ഒരു 24 മണിക്കൂർ ദിവസമായി ഒന്ന് ചുരുക്കിയാൽ അതിൽ ഡൈനോസറുകൾ അരമണിക്കൂറോളം ജീവിച്ചു മരിച്ചു. എന്നാൽ മനുഷ്യർ എപ്പോഴാ എത്തിയതെന്നറിയാമോ? രാത്രി 11:58 കഴിഞ്ഞ് 43 സെക്കൻഡിൽ. അതായത് ഈ ഭൂമിയിലെ മനുഷ്യന്റെ ചരിത്രം തുടങ്ങിയിട്ട് വെറും 77 സെക്കൻഡുകൾ മാത്രമേ ആയിട്ടുള്ളൂ. ചിന്തിച്ചു നോക്കൂ, ഈയൊരു ചെറിയ സമയത്തിനുള്ളിലാണ് നമ്മൾ ഭാഷകളുണ്ടാക്കിയതും വലിയ സംസ്കാരങ്ങൾ കെട്ടിപ്പടുത്തതും ലോകത്തെ തന്നെ മാറ്റിമറിച്ചതും. ഇന്നത്തെ നമ്മുടെ ചർച്ചയുടെ ബ്ലൂപ്രിന്റ് ഇതാണ്: നമ്മുടെ ബയോളജിക്കൽ ഹാർഡ്വെയർ, നമ്മുടെ കെമിക്കൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, പിന്നെ നമ്മുടെ സൈക്കോളജിക്കൽ സോഫ്റ്റ്വെയർ, ഒടുവിൽ നമ്മുടെ ദൈനംദിന ശീലങ്ങൾ. ഇവയെല്ലാം കൂടി ചേർന്ന് എങ്ങനെയാണ് മനുഷ്യന്റെ മഹത്വത്തെ നിർവചിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ വിഷയത്തിലേക്ക് കടക്കാം. ഏറ്റവും മികച്ച ബയോളജിക്കൽ ഹാർഡ്വെയർ, അതായത് നിങ്ങളുടെ തലയ്ക്കുള്ളിലിരിക്കുന്ന ആ അതിശയകരമായ 20 വാട്ട് സൂപ്പർ കമ്പ്യൂട്ടറിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇത് കേട്ട് ശരിക്കും അത്ഭുതപ്പെടാൻ തയ്യാറായിക്കോളൂ. നിങ്ങളുടെ തലയോട്ടിക്കുള്ളിൽ വളരെ കൃത്യമായി മടക്കി വച്ചിരിക്കുന്നത് 490 കിലോമീറ്റർ നീളമുള്ള രക്തക്കുഴലുകളുടെ ഒരു വലിയ ശൃംഖലയാണ്. അതായത് കേരളത്തിന്റെ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റം വരെ മണിക്കൂറുകളോളം നമ്മൾ ഡ്രൈവ് ചെയ്തു പോകുന്നത്രയും ദൂരം. നിങ്ങളുടെ ഓരോ മികച്ച ആശയത്തിനും ചിന്തയ്ക്കും ആവശ്യമായ ഓക്സിജൻ കൃത്യമായി എത്തിച്ചു നൽകുന്നത് ഈ വലിയ ശൃംഖലയാണ്. നമ്മൾ ചൂടുള്ളൊരു പാത്രത്തിൽ തൊടുമ്പോഴോ അല്ലെങ്കിൽ വളരെ സങ്കീർണമായ ഒരു പ്രശ്നം പരിഹരിക്കുമ്പോഴോ നിങ്ങളുടെ തലച്ചോറിനുള്ളിലെ ഡാറ്റ ട്രാൻസ്മിഷൻ വേഗത എത്രയാണെന്നറിയാമോ? ഓരോ സെക്കൻഡിലും 100 മീറ്റർ. മനുഷ്യൻ ഇതുവരെ നിർമ്മിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ഫൈബർ ഓപ്റ്റിക് കേബിളുകളോടെ കിടപിടിക്കുന്ന വേഗതയാണിതെന്ന് ഓർക്കണം. ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഈ അവയവത്തിന് ആകെ 1.5 കിലോഗ്രാം ഭാരമേ ഉള്ളൂ കേട്ടോ. അതിലും വലിയ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഈ പ്രോസസ്സിംഗ് മുഴുവൻ നടക്കുന്നത് വെറും 20 വാട്ട്സ് പവർ ഉപയോഗിച്ചാണ്. നിങ്ങൾ വീട്ടിലെ ചെറിയൊരു ബൾബ് കത്തിക്കാൻ ആവശ്യമായ അതേ ഊർജം മാത്രം. എങ്ങനെയുണ്ട്? ഒന്ന് താരതമ്യം ചെയ്തു നോക്കിയാൽ ഇതിലെ അത്ഭുതം നിങ്ങൾക്ക് മനസ്സിലാവും. ആധുനിക സൂപ്പർ കമ്പ്യൂട്ടറുകൾ പ്രവർത്തിക്കാൻ മെഗാവാട്ട് കണക്കിന് വൈദ്യുതിയും അവ തണുപ്പിക്കാൻ വലിയ കൂളിംഗ് ടവറുകളും ആവശ്യമായി വരും. എന്നാൽ നിങ്ങളുടെ തലച്ചോറിന് ഇതിനേക്കാൾ എത്രയോ മടങ്ങ് കാര്യങ്ങൾ ചെയ്യാൻ വളരെ ചെറിയൊരു ഊർജ്ജം മാത്രം മതി, അതും യാതൊരു ചൂടാകലുമില്ലാതെ. ഒരു പുതിയ കാര്യം പഠിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് നമ്മൾ ഇടയ്ക്കിടെ പറയാറില്ലേ? എന്നാൽ ഇനി അങ്ങനെ പറയുമ്പോൾ ഈ കാര്യം കൂടി ഒന്ന് ഓർക്കുക. നിങ്ങളുടെ ഒരൊറ്റ മസ്തിഷ്ക കോശത്തിന് 5 വലിയ ബൊട്ടാനിക്കൽ എൻസൈക്ലോപീഡിയകളിലെ വിവരങ്ങൾ സൂക്ഷിക്കാനുള്ള ശേഷിയുണ്ട്. ഇതുപോലുള്ള കോടിക്കണക്കിന് കോശങ്ങളും ലോകത്തിലെ ഏറ്റവും മികച്ച ക്യാമറയായ നിങ്ങളുടെ കണ്ണുകളും നിങ്ങളിലുണ്ട്. എന്നിട്ടാണോ നമ്മൾ പഠിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത്? ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ കെമിക്കൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഈ അത്ഭുതകരമായ ഹാർഡ്വെയറിന് പുറമേ നമുക്കൊരു തകർപ്പൻ കെമിക്കൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൂടിയുണ്ട്. ഇതിലെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സിസ്റ്റം നിയന്ത്രിക്കുന്ന കെമിസ്റ്റ് നിങ്ങൾ തന്നെയാണ് എന്നതാണ്. ജീവിതത്തിൽ സന്തോഷമെന്നത് വെറുതെ ആകസ്മികമായി സംഭവിക്കുന്ന ഒന്നല്ല. നമ്മുടെ ചെറിയ ദൈനംദിന ശീലങ്ങളിലൂടെ നിങ്ങളുടെ മാനസികാവസ്ഥ നിങ്ങൾക്ക് തന്നെ എഞ്ചിനീയർ ചെയ്യാം. ഉദാഹരണത്തിന്, ചീരയോ മുട്ടയൊക്കെ കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ വെറും 5 മിനിറ്റ് വ്യായാമം ചെയ്യുമ്പോഴോ നമ്മുടെ ശരീരം എൻഡോർഫിൻ, സെറട്ടോണിൻ തുടങ്ങിയ കൃത്യമായ കെമിക്കലുകൾ പുറപ്പെടുവിക്കുകയും അത് നിങ്ങളുടെ ആരോഗ്യത്തെയും സന്തോഷത്തെയും വളരെ സ്വാഭാവികമായി തന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ നല്ല പാട്ട് കേൾക്കുമ്പോൾ ഡോപ്പാമിനും പ്രിയപ്പെട്ടവരെ ആലിംഗനം ചെയ്യുമ്പോൾ ഉത്കണ്ഠ കുറയ്ക്കുന്ന ഓക്സിഡോസിനും ഉണ്ടാകുന്നു. ഇനി മൂന്നാമത്തെ കാര്യത്തിലേക്ക് വരാം: സാധ്യതകളുടെ ചിന്താശേഷി അഥവാ പോസിബിലിറ്റി തിങ്കിങ്. നമ്മുടെ ബയോളജിക്കൽ ഹാർഡ്വെയറും കെമിക്കൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റമും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് നമ്മുടെ സൈക്കോളജിക്കൽ സോഫ്റ്റ്വെയറിലേക്ക് കടക്കാം.
നമ്മൾ എന്ത് സോഫ്റ്റ്വെയർ നമ്മുടെ തലച്ചോറിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ തിരഞ്ഞെടുക്കുന്നു എന്നതാണ് ഇവിടെ പ്രധാനം. നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റുന്നതിലൂടെ നമ്മളെ എപ്പോഴും ഭയപ്പെടുത്തുന്ന ഇംപോസിബിൾ എന്ന വാക്ക് അതെ എനിക്കിത് സാധ്യമാണ് എന്നർത്ഥം വരുന്ന ഐ എം പോസിബിളായി മാറുന്നു. ഒരു ചെറിയ പാത്രത്തിൽ നിന്ന് വലിയൊരു സമുദ്രത്തിലേക്ക് ചാടാൻ ഇത് നിങ്ങളെ പ്രേരിപ്പിക്കും. തടസ്സങ്ങൾ ഒരിക്കലും ഒരു അവസാനമല്ല, മറിച്ച് അതൊരു വെല്ലുവിളിയായി ഏറ്റെടുക്കാൻ നിങ്ങളുടെ ഈ സൂപ്പർ കമ്പ്യൂട്ടറിന് വളരെ എളുപ്പം സാധിക്കും. ചരിത്രത്തിലെ പ്രതിഭകൾക്കെല്ലാം ജന്മനാ എന്തോ പ്രത്യേക ബയോളജിക്കൽ കഴിവുകളുണ്ടായിരുന്നു എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ടല്ലേ? എന്നാൽ സാക്ഷാൽ ആൽബർട്ട് ഐൻസ്റ്റീൻ പോലും തന്റെ വിജയത്തിന് കാരണമായി പറഞ്ഞത് ഈ പോസിബിലിറ്റി തിങ്കിംഗ് ആണ്. പരാജയങ്ങൾക്ക് മുന്നിൽ തോറ്റുകൊടുക്കാൻ തയ്യാറാകാതെ പ്രശ്നങ്ങളോടൊപ്പം അദ്ദേഹം ചെലവഴിച്ച സമയമാണ് അദ്ദേഹത്തെ നമ്മളറിയുന്ന വലിയൊരു പ്രതിഭയാക്കിയത്. അതുകൊണ്ട് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ജന്മനാ കിട്ടിയ കഴിവിനെ മാത്രം ആശ്രയിക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് ശക്തമാണ് ഒരു പ്രശ്നത്തിൽ ഉറച്ചു നിൽക്കാനും അതിനൊരു പരിഹാരം കണ്ടെത്താനുമുള്ള നിങ്ങളുടെ തലച്ചോറിന്റെ സ്റ്റാമിനയും സ്ഥിരോത്സാഹവും. വില്യം ഒബ്രിയൻ പറഞ്ഞ വളരെ പ്രശസ്തമായൊരു വാചകമുണ്ട്: നമ്മൾ കീഴടക്കേണ്ട ഏറ്റവും വലിയ അതിർത്തി ശൂന്യാകാശമോ സമുദ്രത്തിന്റെ അടിത്തട്ടോ ഒന്നുമല്ല, മറിച്ച് പൂർണ്ണമായും പരിവേഷണം ചെയ്യപ്പെടാത്ത നിങ്ങളുടെ സ്വന്തം മനസ്സാണ്. നിങ്ങളുടെ തലയ്ക്കുള്ളിലെ ആ 490 കിലോമീറ്റർ നീളമുള്ള ന്യൂറൽ നെറ്റ്വർക്കുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നതിനായി അങ്ങനെ കാത്തിരിക്കുകയാണ്. ഇനി നാലാമത്തെ പോയിന്റ്, മികവ് തിരഞ്ഞെടുക്കൽ. നമ്മുടെ ഈ മഹത്തായ കഴിവുകളെ ദൈനംദിന ജീവിതത്തിൽ ശരിക്കും അൺലോക്ക് ചെയ്യാൻ ഒരു തീപ്പൊരി മാത്രം പോരാ. സാധ്യതകളുടെ ചിന്ത എന്നത് വെറുമൊരു തീപ്പൊരി മാത്രമാണ്. എന്നാൽ മികവെന്നത് നമ്മൾ ദിവസവും ശ്രദ്ധിച്ച് എരിയേണ്ട ഒരു അഗ്നിയാണ്. കൺഫ്യൂഷ്യസ് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഏറ്റവും മികച്ച സൂപ്പർ കമ്പ്യൂട്ടർ ഉണ്ടായിട്ട് കാര്യമില്ല, അത് ഓണാക്കാനും ജീവിതത്തിൽ വിജയിക്കാനുമുള്ള അതിയായ ജ്വലിക്കുന്ന ആഗ്രഹം നിങ്ങൾക്കില്ലെങ്കിൽ അതിൽ യാതൊരു അർത്ഥവുമില്ല. നിങ്ങളുടെ പൂർണ്ണമായ കഴിവിലെത്താനുള്ള ആഗ്രഹം നിങ്ങൾ തന്നെ വളർത്തിയെടുക്കണം. അരിസ്റ്റോട്ടിൽ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി വ്യക്തമായി പറയുന്നുണ്ട്: നിങ്ങളുടെ ജീവിതത്തിലെ വിജയവും മനുഷ്യന്റെ മഹത്വവും ലോട്ടറി അടിക്കുന്നതുപോലെ ആകസ്മികമായി വെറുതെ സംഭവിക്കുന്ന ഒന്നല്ല, അതൊരു കൃത്യമായ തിരഞ്ഞെടുപ്പാണ്. നിങ്ങളുടെ ലക്ഷ്യസ്ഥാനം നിർണ്ണയിക്കുന്നത് നിങ്ങളെടുക്കുന്ന ബോധപൂർവമായ തീരുമാനങ്ങളാണ്. സെറോട്ടോണിൻ വർദ്ധിപ്പിക്കാൻ കൃത്യമായ ആഹാരം കഴിക്കണോ അതോ ഐൻസ്റ്റൈനെ പോലെ സ്ഥിരോത്സാഹത്തോടെ പ്രശ്നങ്ങളെ നേരിട്ട് മുന്നോട്ടു പോകണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങളുടെ സിസ്റ്റം നിയന്ത്രിക്കുന്നത് ഭാഗ്യമല്ല, നിങ്ങളെടുക്കുന്ന ഇത്തരം തെരഞ്ഞെടുപ്പുകളാണ്. ജീവിതം മാറ്റിമറിക്കുന്ന വലിയ സംഭവങ്ങളിൽ മാത്രമല്ല നമ്മൾ മികവ് കാണിക്കേണ്ടത്. നമ്മൾ ജിമ്മിൽ പോയി മസിലുകൾ പരിശീലിക്കുന്നത് പോലെ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ ഓരോ ചെറിയ കാര്യങ്ങളിലും ഈ മികവ് ഒരു ശീലമായി നിങ്ങൾ വളർത്തിയെടുക്കേണ്ടതുണ്ട്. അതിപ്പോ ഒരു ശാന്തമായ ചിന്തയാകാം, നിങ്ങളുടെ പഠനമാകാം, അല്ലെങ്കിൽ പ്രഭാത ദിനചര്യകളാകാം. എന്തിലും ഈ മികവ് കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയല്ലോ. പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തമായ യന്ത്രം നിങ്ങളുടെ കൈവശമുള്ള സ്ഥിതിക്ക് ഞാനൊരു അവസാന ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്. കോസ്മിക് ഘടികാരത്തിലെ ആ 77 സെക്കൻഡുകൾ ഓട്ടോ പൈലറ്റിൽ വെറുതെ കടന്നുപോടാൻ നിങ്ങൾ അനുവദിക്കുമോ? അതോ നിങ്ങളുടെ ഈ മികച്ച സോഫ്റ്റ്വെയറിന്റെ പൂർണ്ണ നിയന്ത്രണം നിങ്ങൾ തന്നെ ഏറ്റെടുക്കുമോ? ഇന്നു മുതൽ നിങ്ങളുടെ കഴിവുകളുടെ അതിരുകൾ സ്വയം ഭേദിക്കാൻ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. അപ്പോ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം.